ഇല്ല, അവരെഴുന്നേറ്റില്ല. ഞായറാഴ്ച അല്ലേ, 10 മണിയൊക്കെ ആവും എഴുന്നേക്കുമ്പോ. ഇന്നലെ രാത്രിയാ വന്ന് കേറിയത്. വന്ന കോലൊന്നും പറയാതിരിക്കണേ നല്ലത്. ആണെന്നേ, കള്ളുടിച്ച് ഫിറ്റായി 4 കാലിലാ വന്ന് കേറിയത്. അല്ല, ആളുടെ ഏതൊരു ഫ്രണ്ടിന്റെ ആരുടെയൊക്കെയോ കല്യാണം, അങ്ങനെ പോയിട്ട് വന്നത്. ഇല്ല, ബോധം തെളിഞ്ഞ് വരട്ടെ, അപ്പൊ കൊടുക്കണ്ടി 2 അമ്മ ഞാൻ വിളിക്കാമേ. ഇല്ല, ഞാൻ വിളിക്കാം. ഇങ്ങോട്ട് വന്നേ. ചായ വെച്ചോളൂ, ഇങ്ങോട്ട് വാ. ആദ്യം തലവേദന എടുക്കുന്നു, ഞാൻ ഒരു 10 മിനിറ്റ് കിടക്കട്ടെ. തലവേദന എടുക്കുമല്ലോ. തലവേദന എങ്ങനെ എടുക്കാതിരിക്കും? ഇന്നത്തെ പെർഫോമൻസ് അങ്ങനെ ആയിരുന്നല്ലോ. എന്തൊരു കോലമായിരുന്നു കേട്ടോ ഇന്നലെ. മുഖം പോയി കണ്ണാടി നോക്ക്, വീർത്ത് ചീർത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. അത് ഉറങ്ങിയിട്ടോ, അതിപ്പോ മോൻ കഴിയും. അതേനെ, മോൻ കഴിയിട്ട് വാ. മോൻ കഴിയിട്ടേ ബോധം തെളിയുമ്പം വാ. എനിക്ക് 2 വർത്താനം പറയാനുണ്ട്. എന്നിട്ട് പോയിട്ട് വാ. ഇന്നലത്തെ കാര്യമില്ല, ഇന്നലെ നിനക്ക് അറിഞ്ഞൂടാ അവന്റെ പെങ്ങളുടെ കല്യാണം. നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ അടുത്ത സുഹൃത്തുക്കളല്ലേ. എന്റെ ചേട്ടൻ ഈ 4 കാലിൽ വന്ന് കയറാൻ ചേട്ടൻ നാണമില്ലായിരുന്ന? 4 കാലില് ഞാനാ? പിന്നെ ഞാൻ ഇത് പതിവില്ലാത്തയാണല്ലോ. അപ്പൊ മുഴുക്കൂടി അവൻ തീരുമാനിച്ച? ഞാൻ അങ്ങനെയൊന്നുമല്ല. അത് ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അവിടെ ചെന്നപ്പോ അവരുടെ അടുത്ത് പറഞ്ഞ എനിക്ക് വേണ്ടാന്ന് ഞാൻ ഒരു 100 വട്ടം പറഞ്ഞതാ. എന്നിട്ട് അവര് കൈയും കാലം കെട്ടി വായിലോട്ട് ഒഴിച്ചു തന്നിട്ടുണ്ടാവും. അങ്ങനെയല്ലടി, നിന്നെ കുറിച്ച് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് നോവും. എന്നെ കുറിച്ച് എന്താ പറഞ്ഞു? നിന്നെ കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ 2 പെഗ് കഴിക്കാൻ തീരുമാനിച്ചു. എന്തോ പറഞ്ഞു? നീ ഭയങ്കര ജാടക്കാരിയാണ്, എൻ്റെ അടുത്ത് എന്നെ ഇട്ട് വരട്ടും, കള്ളു കുടിച്ചു തന്നു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഭയങ്കര പാവാണ്, അങ്ങനെയൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറയണെങ്കിൽ നന്ദൻ സാറിനെ പറഞ്ഞ് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ സാറ് ഒരു 1-2 പെഗ് കഴിക്കും. സാറിന് ഭാര്യനെ പേടിയില്ലേ കഴിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ ഭാര്യനെ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്റെ ഭാര്യ അങ്ങനെ മെക്കെട്ട് കയറുന്നോളൊന്നുമല്ല, വല്ലപ്പോഴും 2 പെഗ് കഴിക്കുന്നൊക്കെ അങ്ങനെ കുഴപ്പമില്ലാത്തോളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു 1-2 സ്മോള് കഴിച്ചു, അത്രേ ഉള്ളൂ. സ്മോളേ കഴിച്ചുള്ളൂ 2 അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. അത്രേ കഴിച്ചുള്ളൂ. പിന്നെ ശീലമില്ലാത്തോണ്ടാവും, തലക്ക് പിടിച്ച് ജാതി വൃത്തികെട്ട സാധനം. നല്ല വാങ്ങിച്ചു വെച്ചു ഇവിടെ അവന്. ഇനി നല്ലതും കഴിച്ചിട്ട് വാട്ടാ, ഞാൻ കുടുംബത്തെ കയറ്റൂല ഞാൻ. ഇതന്നെ എല്ലാവരും പറഞ്ഞു. ഒന്നുമില്ല, ഇനിയിപ്പൊ ആര് തന്നാലും ഞാൻ കഴിക്കുന്നില്ല, അത്രേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ പൊന്നെ വീട്ടിൽ കയറ്റിയല്ലോ. എനിക്ക് പൊന്നു വരാന്തേരി പിടിച്ച് കിടത്താന്ന് വിചാരിച്ചാ. പിന്നെ 1-2 നല്ല വർത്താനങ്ങൾ കേട്ടപ്പോ പാവം തോന്നിയിട്ട് അത് കയറ്റിയേ ഉള്ളൂ. ഓർമ്മയില്ലേ? വീടെത്തി. ഞാൻ പറഞ്ഞ ഡയലോഗ് പറയാം. അത് നിന്റെ 2 അടിക്കണ സാധനം ഉണ്ട്. അളിയും കൊണ്ടുവന്ന സാധനം എവിടെ ഇരിക്കുന്നുണ്ട്? അടിക്കണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ നാളെ അടിക്കും. വേണ്ട, നാളെ. ഇനി ബൈ. Don't touch me. എനിക്ക് സുന്ദരനായ ഒരു ഭാര്യയും സുന്ദരിയായ ഒരു മോനും ഉണ്ട്. അന്യസ്ത്രീകൾ ഡോണ്ട് ടച്ച് മീ. കള്ള ലക്ഷണം നോക്കും മുഖത്ത്. പറ്റിപ്പോയി. വെളിവില്ലാതെ വന്നാലും ഞങ്ങള് എന്റെ കൊച്ചിന്റെ മുഖം ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പറ്റിപ്പോയി. ഇനി എന്തായാലും ആവർത്തിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വർഷത്തിലാകെ 1-2 ഒരു 3-4 വട്ടം ഒക്കെ അല്ലേ മാസത്തിൽ ഞാനിങ്ങനെ വരില്ലല്ലോ. ഇനി എന്തായാലും ഇല്ല, നിർത്തി. എന്റെ മണൊക്കെ ഓർക്കുമ്പോ തന്നെ. ഇനി നല്ലതും കഴിച്ചോണ്ട് ഇങ്ങോട്ട് വാ. ഞാൻ സത്യം പറഞ്ഞ വീട്ടിൽ കയറ്റൂല കേട്ടാ. ആ ജസ്റ്റിന്റെ വീട്ടിൽ പോയി കിടക്കേണ്ടി വരും. എന്താ ആരോ വന്നു? അവനായിരിക്കും ജസ്റ്റിൻ.